കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ 24നോട് CPIMന്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും വലിയ വിള്ളലുണ്ടായി. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന തിരിച്ചടിയായെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന അഹമ്മദ് ദേവർകോവിലാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഈ കോഴിക്കോട് സൗത്തിൽ BJP സ്ഥാനാർത്ഥി പറഞ്ഞൊരു കാര്യം, CPM വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയുള്ളതിൽ കൂടുതൽ വോട്ടുകൾ BJP നേടിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ഏത് പാർട്ടിയുടെ വോട്ടുകളാണെന്നത് വിശകലനം ചെയ്ത ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങൾ തിരിച്ചടിയായെന്ന് തോന്നുന്നുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളോട് അന്ന് തന്നെ ഞങ്ങളുടേതായ പ്രതികരണം ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അനവസരത്തിൽ അനാവശ്യമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ആ പരാമർശത്തിൽ വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ LDF തയ്യാറായിരുന്നില്ലേ? അല്ല, അതൊക്കെ LDF പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും വീഴ്ചകൾ സംഭവിക്കുമ്പോഴാണല്ലോ വിശദമായ പരിശോധനകൾ നീങ്ങുക. ഈ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മപരിശോധന ആവശ്യമില്ലേ? കാരണം വലിയൊരു തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു ആത്മപരിശോധന ആവശ്യമല്ലേ? തോൽവി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പുത്തരിയൊന്നുമല്ല. ഇതിനു മുമ്പും പല പരാജയങ്ങളും LDFനും ഉണ്ടായിട്ടുണ്ട്, UDFനും ഉണ്ടായിട്ടുണ്ട്. ആ പരാജയങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വന്ന പാരമ്പര്യവും LDFനുണ്ട്. മൂന്നാം ഊഴത്തിലേക്ക് കടക്കാനുള്ള വലിയ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.